സുപ്രഭാതം. അപ്പോൾ എന്താണ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഏത് പാഠം മാം എടുത്തത് കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മയുണ്ടോ? ഏതാണ്? കഠിനാധ്വാനി അല്ലേ? ഉറുമ്പിൻ്റെ കഠിനാധ്വാനത്തെ കുറിച്ചിട്ടാണ് പാഠത്തിൽ പറയണേ അല്ലേ? അപ്പോൾ ഏതുവരെ മാം പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നേ? വസന്തകാലമൊക്കെ കഴിഞ്ഞ് കഷ്ടകാലം എന്ന് പറഞ്ഞാൽ ഏത് കാലമാണ്? മഞ്ഞുകാലം വന്നു അല്ലേ? ഒരു ധാന്യമണി പോലും കിട്ടാനില്ല. അങ്ങനെ ചിവിയുടെ ഭക്ഷണം അന്വേഷിച്ച് ഇങ്ങനെ നടന്ന് നോക്കുമ്പോൾ പുറത്ത് നല്ല തണുപ്പാ. ചിവിയുടെ തണുത്ത് വിറയ്ക്കാൻ തുടങ്ങി അല്ലേ? നടന്ന് നടന്ന് ചിവിയുടെ എവിടെ എത്തി? ഉറുമ്പിൻ്റെ കൂടിൻ്റെ മുമ്പിലെത്തി. അപ്പോൾ ചിവിയുടെ എന്താ കണ്ടത്? ഉറുമ്പിൻ്റെ കൂടിൻ്റെ ഉള്ളിൽ ഉറുമ്പ് എങ്ങനെയാ ഇരിക്കണേ? കമ്പിളിയൊക്കെ പുതച്ച് സുഖമായി ധാന്യമണികൾ ഇങ്ങനെ തിന്നിട്ട് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഇരിക്കുന്നതാ കണ്ടത് അല്ലേ? അതുവരെ അല്ലേ മാം പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നേ? ഇനി ബാക്കി എന്താണെന്ന് നോക്കിക്കോളൂ. ഞാൻ എടുക്കാൻ പോവാണ്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ടില്ലേ? നിർത്തി വെക്കണം കേട്ടോ. മാം വായിക്കുമ്പോൾ ഒപ്പം നിങ്ങൾ വിരൽ വെച്ച് വായിക്കണം. ശരിയല്ലേ? നല്ല മനസ്സിലാവുള്ളൂ? ഓക്കെ അല്ലേ? നോക്കിക്കോളൂ കേട്ടോ. ഉറുമ്പിന് ചിവീടിനോട് സഹതാപം തോന്നി. എന്തുകൊണ്ട് സഹതാപം തോന്നാൻ കാരണം? ഭക്ഷണം പാവത്തിനൊന്നും കഴിക്കാനും ഇല്ല, നല്ല തണുപ്പല്ലേ പുറത്ത്. അത് കാരണം ഉറുമ്പിന് പാവം തോന്നി ചിവീടിനോട്. അവൻ എന്തെങ്കിലും കൊടുക്കാമെന്ന് വെച്ചാൽ അതിന് പറ്റിയതൊന്നും കൂട്ടിലില്ല. എന്തെങ്കിലും ഉറുമ്പിന് കൊടുക്കണം എന്നൊക്കെ ഉണ്ട് ചിവീടിന്. പാവം വിശന്നിരിക്കുകയല്ലേ. പക്ഷെ ചിവീടിന് കഴിക്കാൻ പറ്റിയ സാധനങ്ങളൊന്നും ആരുടെ കയ്യിലില്ല? ഉറുമ്പിൻ്റെ കയ്യിലില്ല. കരുതലില്ലാതെ വരുത്തി വെച്ച കഷ്ടകാലത്തെക്കുറിച്ച് ചിവീടിനെ ഓർമ്മിപ്പിക്കുന്നതിനായി ഉറുമ്പ് ചോദിച്ചു, സ്നേഹിത, അന്ന് കളിയാക്കി നടക്കുമ്പോൾ മഞ്ഞുകാലത്തെക്കുറിച്ച് ഓർത്തിരുന്നെങ്കിൽ തനിക്ക് ഈ ഗതി വരുമായിരുന്നോ? അപ്പോൾ ഉറുമ്പ് ചോദിച്ചു. ഉറുമ്പിന് പാവം തോന്നി ചിവീടിൻ്റെ അവസ്ഥ കണ്ടപ്പോഴേ. പക്ഷേ ഉറുമ്പിൻ്റെ കയ്യിൽ ചിവീടിന് കഴിക്കാൻ പറ്റിയതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചിവീട് പറഞ്ഞു, ഇങ്ങനെ എന്നെ കളിയാക്കി നടക്കണ നേരം എന്തെങ്കിലും ഈ മഞ്ഞുകാലം ആകുമ്പോഴേക്ക് കരുതി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിനക്കിപ്പോൾ ഈ അവസ്ഥ ഉണ്ടാവുമോ? ഇല്ലല്ലോ. നീ എന്തിനാ എന്നെ അങ്ങനെ കളിയാക്കി സമയം വെറുതെ കളഞ്ഞത്? എന്തെങ്കിലും ഭക്ഷണം നിൻ്റെ കൂട്ടിൽ കരുതി വെക്കുകയാണെങ്കിൽ നിനക്ക് ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. നീ കരുതലില്ലാതെ നീ ജീവിച്ചു, അതുകൊണ്ടാണ് നിനക്ക് ഈ അവസ്ഥ വന്നേ. സ്നേഹിത എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടുകാരാ അല്ലേ? ചിവീടിന് തൻ്റെ തെറ്റ് മനസ്സിലായി. അവൻ കൂനിക്കൂടി പുറത്തെ മഞ്ഞിലേക്ക് ഇറങ്ങി. ചിവീടിന് ശരി മനസ്സിലായി, തൻ്റെ തെറ്റ് മനസ്സിലായി. എന്താ? ഞാൻ ചെയ്തത് തെറ്റാണ്, കരുതലില്ലാതെ ഞാൻ ജീവിച്ചു. അപ്പോൾ അതിൻ്റെ അവസ്ഥയാണ് എനിക്കിപ്പോൾ അനുഭവിക്കേണ്ടി വന്നത്. ഉറുമ്പാണെങ്കിലോ ധാന്യമണികളൊക്കെ ശേഖരിച്ച് വീട്ടിൽ സുഖിച്ചിരിക്കുകയാണ് അല്ലേ മഞ്ഞുകാലത്തും. അപ്പോൾ ഉറുമ്പ് ഇത്രയും അധ്വാനിച്ചു. നല്ല കാലങ്ങളിൽ ഉറുമ്പ് എന്ത് ചെയ്തു? ധാന്യമണികളെല്ലാം കഷ്ടപ്പെട്ട് ശേഖരിച്ച് കൂട്ടിൽ കൊണ്ട് വെച്ചു. അതുകൊണ്ട് ഉറുമ്പിന് ആപത്ത് കാലത്ത് കഷ്ടകാലത്തിൽ ഉറുമ്പിന് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. ചിവീടാണെങ്കിലോ പാട്ടൊക്കെ പാടി ആർത്തുല്ലസിച്ച് നടന്നു, ഒരു പണിയും ചെയ്തില്ല. പണി ചെയ്യണ ഉറുമ്പിനെ കളിയാക്കുകയും കൂടി ചെയ്തു ചിവീട് അല്ലേ? അപ്പോൾ ചിവീട് പാവം. ചിവീടിൻ്റെ അവസാനം എന്തായി? തെറ്റൊക്കെ മനസ്സിലായി. പക്ഷെ എന്താ കാര്യം? ചിവീടിന് ഭക്ഷണവും കിട്ടിയില്ല. തണുത്ത് വിറച്ച് കൂനിക്കൂടി എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ തണുത്ത് വിറച്ച് കൂനിക്കൂടി ചിവീട് വീണ്ടും മഞ്ഞിലേക്ക്, അതായത് തണുപ്പിലേക്ക് ഇങ്ങനെ ഇറങ്ങി നടന്നു. വേറൊരു വഴിയും ചിവീടിനുണ്ടായിരുന്നില്ല. ചിവീടിനെ രക്ഷിക്കാൻ ആർക്കും സാധിച്ചില്ല. അതാണ് ഈ പാഠത്തിൽ. കഴിഞ്ഞു നമ്മുടെ പാഠം കേട്ടോ. അപ്പോൾ നോക്കൂ, ഉറുമ്പ് തന്നെ നോക്കിയിട്ടങ്ങ് ഉത്സാഹം ശീലിക്കണം, തരിമ്പ് പോലും മടികാട്ടല്ലേ ബാലന്മാരെ നിങ്ങൾ. കവി ഇതിൻ്റെ അർത്ഥം ബാലന്മാരെ എന്താ? കുട്ടികളെ. ഉറുമ്പ് കാണിക്കണ ഉത്സാഹം, അതായത് എനർജറ്റിക് ആണല്ലോ ഉറുമ്പ് എപ്പോഴും. ഒരു മിനിറ്റ് പോലും റെസ്റ്റ് എടുക്കാതെ വിശ്രമിക്കാതെ ഉറുമ്പ് എന്ത് ചെയ്തു? നല്ല കാലത്ത് ധാന്യമണികളെല്ലാം കൂട്ടിൽ ശേഖരിച്ച് വെച്ചു ഇല്ലേ? അതുപോലെ ഉറുമ്പിനെ പോലെ നിങ്ങളും ഉത്സാഹത്തോടു കൂടി എല്ലാ ജോലികളും ചെയ്യണം. മടി കാണിച്ചിരിക്കരുത്. ആരെപ്പോലെ? ചിവീടിനെ പോലെ, ഉറുമ്പിനെ പോലെ എപ്പോഴും ഉത്സാഹം വേണം. ഉത്സാഹത്തോടു കൂടി നമ്മൾ പണിയെടുത്ത് നല്ല മക്കളാവണം എന്നാണ് അർത്ഥം. അതിൻ്റെ അർത്ഥം 4 വരിയുടെ. ഉറുമ്പ് തന്നെ നോക്കിയിട്ടങ്ങ് ഉത്സാഹം ശീലിക്കണം, തരിമ്പ് പോലും മടികാട്ടല്ലേ ബാലന്മാരെ നിങ്ങൾ.
ഒരു തരിമ്പ് പോലും, ഒരു കുറച്ച് പോലും നിങ്ങൾ മടി കാണിക്കരുത്. ബാലന്മാരെ, കുട്ടികളെ, നിങ്ങൾ നല്ല മക്കളായി മടി പിടിച്ചിരിക്കാതെ അവനവന് പറ്റുന്ന ജോലികൾ ചെയ്യണം. ഒരിക്കലും മടി പിടിച്ച് ഇരിക്കരുത് എന്നാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഗുണപാഠം. നല്ല കഥയല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവോ? അപ്പം എല്ലാവരും ഈ കഥ നന്നായി വായിച്ചു നോക്കണം. ആദ്യമൊന്നും വായിക്കാൻ കിട്ടില്ല, അപ്പോൾ വിഷമിക്കൊന്നും വേണ്ട. മെല്ലെ മെല്ലെ വിരലിങ്ങനെ ഓരോ വരികളുടെ വാക്കുകളുടെ അടിയിൽ ഇങ്ങനെ വിരൽ വെച്ച് ഇങ്ങനെ നീക്കി നീക്കി പോവുക. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ നമുക്ക് വായിക്കാൻ കിട്ടും. അങ്ങനെയല്ലേ വായിച്ച് പഠിക്കുക. 2ാം ക്ലാസ്സിലല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ കുറേശ്ശെ വായിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നെ പിന്നെ വായിക്കുമ്പോൾ നല്ല സ്പീഡിൽ വായിക്കാൻ പറ്റും. പക്ഷെ വായിക്കാതെ ഇരുന്നാൽ ഒന്നും കിട്ടില്ല കേട്ടോ വായിക്കാൻ. അതുകൊണ്ട് ഓരോ പാഠം ടീച്ചേഴ്സ് എടുക്കുമ്പോൾ ഒപ്പം വായിച്ച് പോകണം കേട്ടോ. എഴുതി പഠിച്ചാൽ മാത്രം പോരാ, വായിക്കാനും കിട്ടണ്ടേ. അപ്പോൾ നോട്ട്സൊക്കെ നല്ല ഭംഗിയിൽ എഴുതിയെടുക്കണില്ലേ? പിന്നെ ടെസ്റ്റ് പേപ്പർ എഴുതിയിട്ട് സൂക്ഷിച്ച് വെക്കണം കേട്ടോ, കളയരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.